സിറിയയിലേക്ക് പോവാനായി കച്ചവട സംഘം ഒരുങ്ങിക്കഴിഞ്ഞു. അറേബ്യയിലെ ഒരു പൗരപ്രമുഖയുടെ കച്ചവട സംഘമാണത്. ഖുവൈലിദ് ഇബ്നു അസദിന്റെയും ഫാത്തിമ ബിൻത്ത് സൈദയുടെയും മകളായ ഖദീജ ബിൻത്ത് ഖുവൈലിദിന്റെ കച്ചവട സംഘമാണത്. സമ്പന്നവും കുലീനവുമായ കുടുംബത്തിലാണ് ഖദീജ ബീവിയുടെ ജനനം. മാന്യമായ ഇടപെടലുകളും ഭക്തിയും കൊണ്ട് ഖുറൈശികൾക്കിടയിൽ പ്രശസ്തി നേടുകയും അവർക്ക് ത്വാഹിറ, പരിശുദ്ധയായവൾ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. കച്ചവടം ചെയ്യാനായി ഏറ്റവും വിശ്വസ്തരായ ആളുകളെയാണ് അവർ നിയമിച്ചിരുന്നത്. സിറിയയിലേക്കുള്ള ഈ കച്ചവട സംഘത്തിൻ്റെ കൂടെയും അങ്ങനെ ഒരാൾ ആവശ്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ആ നാട്ടിലെ ഏറ്റവും വിശ്വസ്തനായ ഒരു ചെറുപ്പക്കാരനെ പറ്റി ഖദീജ ബീവി അറിയുന്നത്. 25 വയസ്സുള്ള അൽ അമീൻ, വിശ്വസ്തൻ എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ. അങ്ങനെ മുഹമ്മദ് എന്ന ആ ചെറുപ്പക്കാരനും ഈ കച്ചവട സംഘത്തോടൊപ്പം ചേരുന്നു. ഖദീജ ബീവിയുടെ കാര്യസ്ഥനായ മൈസറയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവർ കച്ചവടത്തിനായി സിറിയയിലേക്ക് യാത്ര തിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പ്രതീക്ഷിച്ചതിലും 10 മടങ്ങ് ലാഭവുമായി കച്ചവട സംഘം തിരിച്ചു വന്നു. മരുഭൂമിയെ കീറിമുറിച്ച് വരിവരിയായി ഒട്ടകങ്ങൾ മക്കയുടെ മണ്ണിൽ മുട്ടുകുത്തി. അതീവ സന്തോഷത്തോടെ മൈസറ ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഓടി വന്നു. മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ പറ്റിയാണ് മൈസറക്ക് പറയാനുണ്ടായിരുന്നത്. അയാൾ സത്യസന്ധനാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ യാത്രയിലുടനീളം മേഘങ്ങൾ അദ്ദേഹത്തിന് തണലിട്ടിരുന്നു. മരങ്ങളും അസാധാരണമാം വിധം അദ്ദേഹത്തിന് തണലേക്കി. കച്ചവടത്തിലാണെങ്കിൽ യാതൊരുവിധ കള്ളവും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. സാധനങ്ങളുടെ ന്യൂനതകളും അദ്ദേഹം തുറന്നു കാട്ടി. എന്നിട്ട് പോലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം വിറ്റഴിക്കപ്പെട്ടു. വളരെ വിനയാന്വിതനായിട്ടാണ് അദ്ദേഹം ആളുകളോട് സംസാരിച്ചിരുന്നത്. അനാവശ്യമായ സ്ത്രീകളുടെ മുഖത്തേക്ക് അദ്ദേഹം നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ പറ്റി വാ തോരാതെ മൈസറ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതുമാത്രമല്ല, വേറൊരു സംഭവം കൂടി ഉണ്ടായി. അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഒരു ജൂത പുരോഹിതൻ കടന്നു വന്നു. മുഹമ്മദിനെ ഒന്ന് നോക്കിയ ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ യുവാവ് അനാഥനും നിരക്ഷരനുമാണോ? ഞാൻ അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്ക പർവ്വത നിരകളിൽ നിന്നും ഒരു നിരക്ഷരനായ ദൈവദൂതൻ വരാൻ സമയമായിട്ടുണ്ട്. ഈ യുവാവിൽ ഞാൻ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നു. പ്രവാചകന്മാർക്കല്ലാതെ മറ്റാർക്കും മരങ്ങൾ ഇതേപോലെ തണലിടാറില്ല. നസ്തുറ എന്ന ആ ജൂത പുരോഹിതൻ മുഹമ്മദിന് ഒരു പ്രവാചകത്വത്തിനുള്ള അടയാളങ്ങൾ കണ്ടു. അതേസമയം കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന മുഹമ്മദ് എന്ന ആ യുവാവ് കഅബയിൽ പോയി തവാഫ് ചെയ്തതിനു ശേഷം തിരിച്ച് ഖദീജ ബീവിയുടെ അടുത്ത് വന്ന് തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളും കണക്കുകളും കൃത്യമായി ഖദീജ ബീവിക്ക് കൈമാറി. തൻ്റെ വേതനം കൈപ്പറ്റി തിരിച്ച് തൻ്റെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഖദീജ ബീവി ആ യുവാവിനെ കുറിച്ച് ഓർത്തു, മൈസറ പറഞ്ഞ കാര്യങ്ങളും. അപ്പോഴാണ് ഖദീജ ബീവിക്കൊരു കാര്യം ഓർമ്മ വന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഒരു റജബ് മാസത്തിലെ ആഘോഷരാവിൽ മക്കയിലെ സ്ത്രീകളെല്ലാം കഅബ തവാഫ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു ജൂത പുരോഹിതൻ അവരോട് വിളിച്ചു പറഞ്ഞു, ഹേ സ്ത്രീകളെ, നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയാവാൻ പരിശ്രമിക്കുക. അവരെല്ലാം അതൊരു തമാശയായി എടുത്തു. എന്നാൽ അത് ഖദീജ ബീവി കാര്യമായി തന്നെ എടുത്തിരുന്നു. ഒരിക്കൽ ഖദീജ ബീവി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു സൂര്യൻ ഇറങ്ങി വന്ന് തൻ്റെ മടിയിൽ അസ്തമിക്കുന്നു. പിറ്റേ ദിവസം ആ സ്വപ്നത്തെപ്പറ്റി അവർ തൻ്റെ അമ്മാവനും പണ്ഡിതനുമായ വരഖത്ത് ഇബ്നു നൗഫലിനോട് സംസാരിക്കുന്നു. പ്രവാചക ഭാര്യമാർ കാണുന്ന സ്വപ്നമാണത്. ഖദീജ ഒരു പ്രവാചകന്റെ ഭാര്യയാവും എന്നൊരു മുന്നറിയിപ്പും. മക്കയിലെ പല പ്രമാണിമാരുടെയും ഗോത്രത്തലവന്മാരുടെയും വിവാഹാഭ്യർത്ഥനകൾ ഖദീജ ബീവിക്ക് വന്നിരുന്നു. എന്നാൽ അവരതെല്ലാം നിരസിച്ചു. എന്നാൽ ഇപ്പോൾ അവർക്കൊരാഗ്രഹം, മുഹമ്മദ് എന്ന ആ യുവാവിനെ കല്യാണം കഴിക്കണം. തൻ്റെ ഈ ആഗ്രഹം അവർ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നഫീസയോട് പങ്കുവച്ചു. മുഹമ്മദ് ഈ വിവാഹാഭ്യർത്ഥന നിരസിക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. തനിക്ക് 40 വയസ്സാണ്. മുഹമ്മദിനാണെങ്കിൽ 25 വയസ്സും.
എന്നാൽ ഖദീജ ബീവി അതീവ സുന്ദരിയായിരുന്നു. അവരെ കാണാൻ 40 വയസ്സാണെന്ന് തോന്നിക്കുകയില്ലായിരുന്നു. നഫീസ ഈ കാര്യം മുഹമ്മദിന്റെ അടുത്ത് ചെന്ന് അവതരിപ്പിക്കുന്നു. മുഹമ്മദ്, നിങ്ങൾക്ക് കല്യാണപ്രായമായില്ലേ? കല്യാണം നോക്കുന്നില്ലേ? എനിക്കാര് പെണ്ണ് തരാനാണ്? ഞാനൊരു അനാഥനും അതിലുപരി ദരിദ്രനുമാണ്. എന്നെ ഭർത്താവായും ആര് സ്വീകരിക്കാനാണ്? അപ്പോൾ നഫീസ പറഞ്ഞു, മക്കയിലെ പ്രമുഖ കച്ചവടക്കാരിയും ഉന്നത സ്വഭാവത്തിനുടമസ്ഥനുമായ ഖദീജ താങ്കളുമായി കല്യാണത്തിന് ആഗ്രഹിക്കുന്നു. ആര്? ഖുവൈലിദിന്റെ മകൾ ഖദീജയെ പറ്റിയാണോ താങ്കൾ സംസാരിക്കുന്നത്? നഫീസയോട് അദ്ദേഹം ചോദിച്ചു. അതെ, അവർ തന്നെ. ആ യുവാവ് അത്ഭുതപ്പെട്ടു. തൻ്റെ പിതൃവ്യനോടും ആലോചിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അബൂ ത്വാലിബിനും മറ്റു ബന്ധുക്കളായ ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബിനും അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബിനും സന്തോഷവും സമ്മതവും അറിയിക്കുന്നു. അങ്ങനെ മക്ക ഒരു കല്യാണത്തിനൊരുങ്ങുകയാണ്. അതെ, മുഹമ്മദിൻ്റെയും ഖദീജ ബീവിയുടെയും കല്യാണം. വിശുദ്ധിയും പരിശുദ്ധിയും ഒന്നുചേരാൻ പോവുകയാണ്. കല്യാണത്തിന് മുതിർ കുടുംബത്തിലെയും ബനു ഹാഷിം കുടുംബത്തിലെയും നേതാക്കന്മാരുൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് മുമ്പായിരുന്നു ഈ വിവാഹം. വിവാഹത്തിന് ശേഷം ഖദീജ ബീവി തൻ്റെ മുഴുവൻ സമ്പത്തും മുഹമ്മദ് നബിയുടെ പേരിൽ എഴുതി വെച്ചു. മക്കയിൽ ചിലർക്ക് ദരിദ്രനായ ആളെയാണോ ഖദീജ വിവാഹം ചെയ്തതെന്ന അടക്കം പറച്ചിലുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവത്തോടുകൂടി അവരുടെയെല്ലാം സംസാരം നിന്നു. എല്ലാ അർത്ഥത്തിലും മുഹമ്മദ് നബിക്കൊരു താങ്ങും തണലുമായി ഖദീജ ബീവി നിലകൊണ്ടു. പ്രവാചകത്വത്തിനു മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുന്ന തൻ്റെ പ്രിയതമന് ഭക്ഷണവുമായി 3 നേരം 55 വയസ്സുള്ള ഖദീജ ബീവി മല കയറുമായിരുന്നു. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ഖദീജ ബീവിയാണ്. മക്കക്കാർ മുഹമ്മദ് നബിയെ പരിഹസിച്ചപ്പോഴും കല്ലെറിഞ്ഞപ്പോഴും അങ്ങയെ അള്ളാഹു കൈവിടില്ലെന്ന് പറഞ്ഞ് ആശ്വാസവാക്കുമായി എത്തിയതും ഖദീജ ബീവിയാണ്. മഹദിയുടെ മഹത്വം എത്രയെന്ന് ചോദിച്ചാൽ സൃഷ്ടാവായ അള്ളാഹു പോലും സലാം പറഞ്ഞയച്ച ഭൂമിയിലെ ഏക വനിത ഖദീജ ബീവിയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഇമ്രാന്റെ മകൾ മറിയം ആ കാലത്തിലെ സ്ത്രീകളിൽ ഏറ്റവും മികച്ചവളായിരുന്നു. എന്നാൽ ഖദീജ ഈ കാലത്തെ സ്ത്രീകളിൽ ഏറ്റവും മികച്ചവളാണ്. എനിക്കെൻ്റെ ഖദീജയേക്കാൾ പ്രിയപ്പെട്ടതൊന്നും പിന്നീടുണ്ടായിട്ടില്ലെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. മഹദിയുടെ വഫാത്തിൻ്റെ വർഷത്തെ ദുഃഖവർഷമെന്നാണ് പ്രവാചകൻ വിശേഷിപ്പിച്ചത്. മക്കയിലെ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ മുഅല്ലയിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നു.